ഞാൻ ബീന. പുതിയ ഒരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണവ തോരനാണ്. കണവ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിന് ആവശ്യമായ ചേരുവകൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കടുക്, കുരുമുളക് പൊടി, വറ്റൽമുളക്, ചെറിയ ഉള്ളി അതും ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. കണവ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചത്. തീരെ ചെറിയ കഷ്ണങ്ങളാണ്. നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഇതിലേക്ക് വറ്റൽമുളക്, ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇത്തിരി അധികം ഇടുന്നത് നല്ലതാണ്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളിയിട്ട് നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയതായി അരിഞ്ഞ വെളുത്തുള്ളി ഇടുക, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി കുറച്ച്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉള്ളി ചെറുതായിട്ടരിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. ചെറിയ പീസുകളാക്കി എടുക്കണം. ഒന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരുമ്പോൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന തീരെ ചെറുതായിട്ട് അരിയണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. എല്ലാം കൂടി നല്ലതുകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും 3 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ജീരകം ചതച്ചെടുത്തു. തോനെ അങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ ഇതിലേക്കിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക.
നന്നായിട്ട് ഇളക്കി ഉപ്പും ചേർത്ത്, അവസാനമേ ഉപ്പ് ചേർക്കാവുള്ളൂ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കുറച്ച് സമയം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ എടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ വെന്ത തോരൻ തയ്യാറായി. നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. കൂടുതൽ വിഭവങ്ങൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.